ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ 5-in-1 ടോട്ടെ കേക്ക് അല്ലെങ്കിൽ ചോക്ലേറ്റ് ഡ്രീം കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഓവനോ ബീറ്ററോ ഒന്നും തന്നെ ഉപയോഗിക്കാതെയാണ് നമ്മളിന്ന് ഈ ഒരു 5 ലെയർ ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അടിപൊളി ടേസ്റ്റോട് കൂടിയ ഈ ഒരു ചോക്ലേറ്റ് ഡ്രീം കേക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള ടിന്നൊന്ന് റെഡിയാക്കി വെക്കാം. 1/2 kg അളവിലുള്ള കേക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനായിട്ട് 5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്ക് ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ച ശേഷം ഇതുപോലെ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ തേച്ച് കൊടുത്തിട്ട് ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ കേക്കിന് വേണ്ട ബാറ്റർ റെഡിയാക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ആദ്യത്തെ ലെയറായ ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. കേക്കിലേക്ക് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിൽ ആയിരിക്കാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർത്തിട്ട് മുട്ടയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർക്കാം. ബട്ടറിന് പകരമായിട്ട് സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി. ബട്ടർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ തൈരും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചിരുന്ന തൈരാണെങ്കിൽ പുറത്ത് വെച്ച് തണുപ്പ് നന്നായിട്ട് പോയതിന് ശേഷം വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ബോളിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു അരിപ്പ വെച്ച ശേഷം 1/2 കപ്പിൻ്റെ 1/4 ഭാഗം, അതായത് 6 ടേബിൾ സ്പൂൺ അളവിൽ മൈദയും ഒപ്പം തന്നെ 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഇതുപോലെ നളന്നെടുത്ത് ഇതിലേക്ക് ചേർക്കാം. ഇതിനോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് അരിച്ചെടുത്ത് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പൊടികളെല്ലാം ഒന്ന് യോജിച്ച് കിട്ടും വരെ ഇതുപോലെ പതുക്കെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇളക്കി കൊടുക്കുമ്പോൾ 2 സൈഡിലേക്ക് മാറി മാറി ഇളക്കാതെ ഒരേ സൈഡിലേക്ക് തന്നെ ഇളക്കി കൊടുക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ നല്ല ചൂടുള്ള പാലും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്പഞ്ച് കേക്കിന് വേണ്ട ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. ഇതിൽ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഒഴിവാക്കി കിട്ടാനായിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഓവൻ ഉപയോഗിക്കാതെയാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ, അതിൻ്റെ വെയിറ്റും വാഷറും ഊരി മാറ്റിയ ശേഷം 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുക്കറിന് പകരമായിട്ട് നമ്മുടെ കേക്ക് ടിൻ ഇറക്കി വയ്ക്കാൻ പാകത്തിന് വലുപ്പമുള്ള കട്ടിയുള്ള ഒരു അലുമിനിയം പാത്രമോ അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാത്രമോ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ചെറിയൊരു സ്റ്റാൻഡ് വെച്ച ശേഷം അതിലേക്ക് നമുക്ക് നമ്മുടെ കേക്ക് ടിൻ ഇറക്കി വെച്ച് കൊടുക്കാം. കുക്കറിൻ്റെ മുകളിൽ കേക്ക് ടിൻ ഫിക്സ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഞാനിതിലേക്ക് സ്റ്റാൻഡൊന്നും വെക്കാതെയാണ് കേക്ക് ടിൻ ഇറക്കി വെക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കേക്കിൻ്റെ സെക്കൻഡ് ലെയറിലേക്ക് വേണ്ട ചോക്ലേറ്റ് മൂസ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഒപ്പം തന്നെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 25 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും 25 ഗ്രാം മിൽക്ക് ചോക്ലേറ്റും 1 ടീസ്പൂൺ ബട്ടറും കൂടി ചേർത്തിട്ട് സ്റ്റവ് ഓൺ ചെയ്ത് കുറഞ്ഞ തീയിൽ വെച്ച് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീം ആണെങ്കിൽ മധുരത്തിനായിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ ഈ സമയം ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇതുപോലെ തുടർച്ചയായി ഇളക്കി ചോക്ലേറ്റ് എല്ലാം നന്നായിട്ട് മെൽറ്റായതിനു ശേഷം ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത ശേഷം ഇതിൻ്റെ ചൂടൊന്ന് മാറിക്കിട്ടാനായിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ സെക്കൻഡ് ലെയറിലേക്ക് വേണ്ടി കുറച്ച് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ ഉപയോഗിക്കാതെ മിക്സിയിലാണ് നമ്മൾ ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നത്. ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മിക്സി ജാർ കുറച്ച് സമയം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് നല്ല തണുപ്പുള്ള വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് ഹൈ സ്പീഡിൽ 1 മിനിറ്റോളം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചെടുക്കുമ്പോൾ മിക്സി ജാർ ചൂടാവാതെ പ്രത്യേകം ശ്രദ്ധിച്ച് നിർത്തി വേണം അടിച്ചെടുക്കാനായിട്ട്. അങ്ങനെ 1 മിനിറ്റോളം അടിച്ചെടുത്തപ്പോഴേക്കും നമ്മുടെ ക്രീം ഇവിടെ കുറച്ചൊന്ന് സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ 2-3 തവണ കൂടി ജാറ് ചൂടാവാതെ പ്രത്യേകം ശ്രദ്ധിച്ച് നിർത്തി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഒരു 4 മിനിറ്റോളം ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രത്തോളം മതിയാവും. നമ്മുടെ സാധാരണ കേക്കിന് വേണ്ടത്രയും ഈ ഒരു ക്രീം സ്റ്റിഫാവേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുപോലെ മിക്സി ഉപയോഗിച്ച് തന്നെ പാകത്തിനൊന്ന് സ്റ്റിഫായി കിട്ടിക്കോളും. എന്നാൽ ഡയറി ക്രീമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുപോലെ മിക്സി ഉപയോഗിച്ച് സ്റ്റിഫായി കിട്ടണമെന്നില്ല. അതിന് ബീറ്റർ ഉപയോഗിക്കേണ്ടതായി വന്നേക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി മാറ്റി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ചേർക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനായി വെച്ചിട്ടിപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കുക്കർ തുറക്കാം. കേക്ക് പാകത്തിനൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് കുക്കറിൽ നിന്നും എടുത്തു മാറ്റിയിട്ട് ഇതിൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം ഇതിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് എടുത്ത് മാറ്റാം. നമ്മുടെ കേക്കിൻ്റെ ഇതുപോലെ പൊങ്ങി നിൽക്കുന്ന മുകൾ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മുടെ ഡ്രീം കേക്കിൻ്റെ കേക്ക് ടിൻ റൗണ്ട് ഷേപ്പിലായതുകൊണ്ട് ഈ ഒരു കേക്ക് ടിൻ വെച്ചിട്ട് ഞാൻ നമ്മുടെ കേക്ക് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അരക്കപ്പ് പാലിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്ത ശേഷം അത് കേക്കിലേക്ക് ഒഴിച്ചിട്ട് കേക്ക് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. പാലിന് പകരമായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചാലും മതി. ഈ പാല് കേക്കിലേക്ക് നന്നായിട്ടൊന്ന് അബ്സോർബ് ആയതിനു ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് മൂസ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി നമുക്കൊന്ന് മൂടി വെച്ച ശേഷം അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ച് സെറ്റാക്കി എടുക്കാം. കേക്കൊന്ന് തണുത്ത് സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ കേക്കിൻ്റെ 3rd ലെയറിലേക്ക് വേണ്ട ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 25 ഗ്രാം അളവിൽ ഡാർക്ക് ചോക്ലേറ്റും 25 ഗ്രാം അളവിൽ മിൽക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടാക്കി എടുത്ത് ചേർക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ബട്ടറും ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച ശേഷം ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് ആൽമണ്ട്സ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരുന്ന ചോക്ലേറ്റ് കനാശയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തണുത്ത് സെറ്റായതിനു ശേഷം നമുക്ക് നമ്മുടെ കേക്ക് ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റിൻ്റെ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുത്ത ശേഷം അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. കേക്ക് ഒന്ന് തണുത്ത് സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ കേക്കിൻ്റെ 4th ലെയറിലേക്ക് വേണ്ട ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 30 ഗ്രാം അളവിൽ മിൽക്ക് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കുറച്ച് തിളച്ച വെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അരമണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുത്ത ശേഷം നമുക്ക് നമ്മുടെ കേക്ക് ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ 3rd ലെയർ നന്നായിട്ടൊന്ന് തണുത്ത് സെറ്റായതിനു ശേഷം മാത്രമേ ഈ ഒരു ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാവൂ. ചോക്ലേറ്റ് ഒഴിച്ച ശേഷം വളരെ കനം കുറച്ച് നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഈ ഒരു ചോക്ലേറ്റ് ലെയർ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടിക്കോളും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് സെറ്റായി കിട്ടും വരെ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് തണുത്ത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് ലെയറായിട്ട് കുറച്ച് കൊക്കോ പൗഡർ ഇതുപോലെ ഒരു അരിപ്പ് ഉപയോഗിച്ച് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വിതറി കൊടുക്കാം. അങ്ങനെ 5 ലെയർ സെറ്റ് ചെയ്ത് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് ഡ്രീം കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നമ്മുടെ കേക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റോട് കൂടിയ ചോക്ലേറ്റ് ഡ്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് ഡ്രീം കേക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു.